എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഗാർമെൻറ് ടെക് ഇൻഫോ ചാനലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രൊഡക്ഷൻ ഫ്ലോറിലെ ആദ്യത്തെ സ്റ്റേജായ കട്ടിങ്ങിനെ കുറിച്ചാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കട്ടിംഗ് സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കട്ടിംഗ് സെക്ഷനിൽ ആദ്യമായിട്ട് ഫാബ്രിക് ഇൻസ്പെക്ഷനാണ് നടക്കുക. ഫാബ്രിക് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഫാബ്രിക് ഇൻസ്പെക്ഷൻ മെഷീൻ. ഇത് ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏകദേശം ഒരു മിഡ് റേഞ്ചിലുള്ള ഡാർക്ക് റൂമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന് വന്നിട്ട് താഴെ ഒരു ലൈറ്റ് പാനലുണ്ടാവും, മേലെയും ലൈറ്റ് ഉണ്ടാവും. ഇതിൽ വന്നിട്ട് റൊട്ടേഷൻ മുഖേന ഫാബ്രിക് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ആകും. നമുക്ക് ആ ഫാബ്രിക് പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഏകദേശം കണ്ടാമിനേഷൻ, ഫാബ്രിക് സ്റ്റെയിൻ, ഓയിൽ സ്റ്റെയിൻ, അതേപോലെ ഷെയ്ഡ് വേരിയേഷൻ, ഫൈബർ, ഫോറിൻ യാൺ എന്നിങ്ങനെയൊക്കെ പറയും അതിന്. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇത് സഹായിക്കും. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് നമുക്ക് ഫാബ്രിക് കട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ടോ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റേജ് കുറയും. അതായത് ഇപ്പം നിങ്ങൾ വെട്ടിയതിന് ശേഷം അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ വെട്ടിയ മാൻ പവർ വേസ്റ്റാണ്. അതേപോലെ ആ പാനൽ റിമൂവ് ചെയ്യേണ്ടി വരും, അതിനുശേഷം വേറെ വെട്ടേണ്ടി വരും. അതേപോലെ ഈ ഡിഫക്റ്റ് കാരണം എത്രത്തോളം തുണി വേസ്റ്റായി, അങ്ങനെ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡർ ക്വാണ്ടിറ്റി റീച്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അതിന് മുമ്പ് തന്നെ ഇത് രണ്ടാമതിന് എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ വെക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഫാബ്രിക് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വന്നിട്ട് കട്ടിങ്ങിലേക്ക് പോകും. അതിനു മുമ്പ് നമുക്ക് GSM ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് GSM കട്ടർ വിത്ത് ചെക്കറിന് വന്നിട്ട് നമ്മുടെ നോർമൽ സ്കെയിൽ ഇതിങ്ങനെ ഉണ്ടാകുക. അത് കട്ടർ, ഇത് വന്നിട്ട് സ്കെയിലും. GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം പെർ സ്ക്വയർ മീറ്റർ എന്ന് പറയും. അതായത് ഒരു CMനകത്ത് ഗ്രാം പെർ സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു CMൻ്റെ 100 സ്ക്വയർ CM ആ ഒരു ബിറ്റിനകത്തുണ്ടാവും. ഇതാണ് സ്കെയില്. ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് വന്നിരിക്കുന്ന ഫാബ്രിക് കസ്റ്റമറുടെ റിക്വയർമെൻറ്റിലുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അവർ ചോദിക്കും 160, 180, 200 എന്നിങ്ങനെ ചോദിക്കും. ഇത് വന്നിട്ട് 160 ആണെന്ന് തോന്നുന്നു. അതിൽ 161 കാണിക്കുന്നു. ആദ്യം ഈ ക്യാപ്പ് അടയ്ക്കുന്നതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 166 കാണിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല എയർ പ്രഷർ ഉണ്ടെങ്കിൽ അത് അധികമായിട്ട് കാണിക്കും. അതുകൊണ്ടാണ് അവരത് അടച്ചതിന് ശേഷം അത് വന്ന് നോക്കി കഴിഞ്ഞാൽ 161 കാണിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളത് 160 ആണ്. 161 5% പ്ലസ് ഓർ മൈനസ് വന്നിട്ട് കസ്റ്റമർ തന്നെ നമുക്ക് തരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഫാബ്രിക് GSM കട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അടുത്തത് കട്ടിങ് രണ്ട് വിധമുണ്ട്. സ്ട്രൈറ്റ് നൈഫ് എന്നുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഇപ്പം ഞാൻ സ്ട്രൈറ്റ് നൈഫ് കട്ടിങ്ങിനെ കുറിച്ച് കാണിച്ചു തരാം. ആദ്യം ടേബിളിൽ വന്നിട്ട് ഒരു ബ്ലാങ്ക് പേപ്പർ ഫോം വിരിക്കും. കാരണം എന്നാലേ ഉള്ള ആ സ്ട്രൈറ്റ് നൈഫിൻ്റെ പ്ലാറ്റ്ഫോം പോയി റണ്ണാകാൻ എളുപ്പമായിരിക്കുള്ളൂ. അല്ലെങ്കിൽ തുണിയാണെങ്കിൽ ലൈറ്റായിട്ട് ഗ്രിപ്പായിട്ടിരിക്കും. ഇതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകും. അതിനുശേഷം ഫാബ്രിക് സ്പ്രെഡ് ചെയ്ത് ലേ ബൈ ലേ ആയിട്ട് അടുക്കുന്നു. അതും വന്നിട്ട് ഓരോ GSMനും ഓരോ തുണിക്കും വ്യത്യാസപ്പെടും ലേയുടെ ഹൈറ്റ്. ഇപ്പോൾ ഇതിൽ വന്നിട്ട് അവർ ഒരു 50 പ്ലേസ് ഇടുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫാബ്രിക് ആണെങ്കിൽ 25 പ്ലേസേ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം ഫ്ലീസ്, ടെറി അങ്ങനത്തെ ഫാബ്രിക് വരുന്ന സമയത്ത് 25 പ്ലേസേ ഇടാൻ പറ്റുള്ളൂ. ഡിഫക്റ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി അവർ പേപ്പർ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം സ്പ്രെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിനി മാർക്കർ തരും. മിനി മാർക്കർ കൊണ്ടുവന്ന് അതിൻ്റെ മേലെ വിരിച്ചതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഹോൾസ് ഇട്ടിട്ട് ആ ഫാബ്രിക്കും ആ പേപ്പറും വഴുക്കാണ്ടിരിക്കാൻ വേണ്ടി അവർ അത് ഒട്ടിച്ചിട്ട് നമുക്ക് ഈ കാണുന്ന കട്ടിങ്ങിൻ്റെ ലൈൻ ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു പാൻറ്റാണ്. ആ പാൻറ്റിൻ്റെ കട്ടിങ് ലൈൻ ഉണ്ടാവും. അതിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ സൈസ് എന്താണ് എന്നൊക്കെ, LO, MO, XL എന്നിങ്ങനെയുള്ള സൈസ് ഉണ്ടാവും. ഇനി അത് ബേസ് ചെയ്തിട്ട് കട്ട് ചെയ്യും.
ഈ സ്ട്രൈറ്റ് നൈഫിൻ്റെ കട്ടിംഗ് ഹൈറ്റ് വന്നിട്ട് ഏകദേശം 10 cm മുതൽ 33 cm വരെ ഉണ്ടാവും. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അതേപോലെ ഇത് വന്നിട്ട് പ്രൈസ് റേഞ്ചിലും കുറവായിരിക്കും. അടുത്തത് നമുക്ക് ബാൻ നൈഫ് മെഷീനിലേക്ക് പോവാം. ബാൻ നൈഫ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വന്നിട്ട് നൈഫ് വന്നിട്ട് ബാൻഡ് രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കും. ഇത് നമുക്ക് ഈ ചെറിയ ചെറിയ പാർട്സുകളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് സ്ട്രൈറ്റ് നൈഫ് കൊണ്ട് നമുക്കത് തള്ളിയിട്ട് പോയിട്ട് പറ്റത്തില്ല. കാരണം ഒരു കയ്യിൽ നൈഫും ഒരു കൈകൾ സപ്പോർട്ടും കൊടുത്ത് വെട്ടാൻ പറ്റത്തില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇതാകുമ്പോൾ രണ്ട് കൈയിലും സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് എന്തോരം ലെങ്ത്ത് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടോ അവിടെ പോയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് എഡ്ജ് കട്ട് ചെയ്തിട്ട് വീണ്ടും റിട്ടേൺ വന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകും. ഇതും വന്നിട്ട് നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 പേരിരുന്ന് വിരിച്ചുകൊണ്ടിരുന്നു, 4-5 പേരുണ്ടായിരുന്നു. പക്ഷേ ഈ മെഷീനാണെങ്കിൽ അത് ആവശ്യമില്ല. ഇത് വന്നിട്ട് നമുക്ക് മാൻ പവർ കമ്മിയാകും. അതേപോലെ അതിനനുസരിച്ച് എഫിഷ്യൻസിയും
ഏരിയയുടെ കാലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷം അത് കട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ ആ ലാസ്റ്റ് ഔട്ട്പുട്ട് വരുമ്പം അത് എടുത്താൽ മാത്രം മതി. അത് കഴിയുന്നവരെ അത് വെട്ടിക്കോളും. അതിലെന്തൊക്കെയുണ്ടോ ഡ്രിൽ നോച്ച് മുതൽ ഇതിലിടാം. ഒരു ഇനി അടുത്ത് വന്നിട്ട് ഈ കട്ട് ചെയ്ത പാനൽ വന്നിട്ട് നമ്മൾ നമ്പറിങ് ചെയ്യും. അതായത് നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാർമെൻറ്റിൽ വന്നിട്ട് 5 കട്ട് പാനലുണ്ടെങ്കിൽ ഈ 5 കട്ട് പാനലും ഒരേ സീരിയൽ നമ്പർ ആയിരിക്കണം. കാരണം എന്നാലേ ഉള്ളൂ അത് എന്താണെന്ന് പറയുക, 1 ഗാർമെൻറ്റ് 1 ഡയറക്ഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു മാർക്കർ പ്ലാനിൽ വന്നിട്ട് ഒരു ബോഡിയുടെ പാർട്ട് വന്നിട്ട് ഒന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് റൈറ്റിലേക്ക് ഉണ്ടാവും. അപ്പോൾ ആ റൈറ്റിലുള്ള പാർട്ടിൻ്റെ ആണെങ്കിൽ ലെഫ്റ്റിലുള്ള പാർട്ടിൻ്റെ ആണെങ്കിൽ ലെഫ്റ്റിലുള്ള പാർട്ടിന് വന്നിട്ട് അതിൻ്റെ സ്ലീവും ബാക്ക് ബോഡിയും ഒക്കെ വന്നിട്ട് ലെഫ്റ്റിലേക്ക് തന്നെ ആയിരിക്കണം. അതേപോലെ റൈറ്റിലുള്ളത് എല്ലാം റൈറ്റിലേക്ക് തന്നെ ആയിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്പറിങ് മുഖേന അവർ അത് ഇപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൽ സൈസിൽ 1 ആണെങ്കിൽ ആ 4 പാർട്ടിലും എൽ സൈസ് 1 തന്നെയായിരിക്കും അടിക്കുക. അതേപോലെ എം സൈസിൽ എല്ലാത്തിലും അതേപോലെ 1 അടിക്കും. അതങ്ങനെ ആ സീക്വൻസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ഒരു ബണ്ടിൽ അടിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 അങ്ങനെ കണ്ടിന്യൂ ആയി വന്നിട്ടിരിക്കും. അടുത്തതിലേക്ക് പോകുമ്പോൾ വീണ്ടും അതേ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എത്ര പാനലുണ്ടോ അത്ര പാനൽ, ഇതിലിപ്പോൾ 50 പാനലുണ്ടെങ്കിൽ 50 പാനലിലും 50 വരെ നമ്പർ ഉണ്ടാവും. അതേപോലെ ബാക്കിലും വന്നിട്ട് അവർ തുടങ്ങി കഴിഞ്ഞാൽ 1 മുതൽ 50 വരെ അടിക്കുമ്പോൾ 50 നമ്പർ ഉണ്ടാവും. ഇത് വന്നിട്ട് തയ്ക്കുമ്പോൾ പാനൽ മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് പെരിഫറൽ